ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 78ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഠനവും ധ്യാനവും ഹൃദയശുദ്ധീകരണത്തിനും ദൈവത്തെ അറിയുവാനും നല്ലവരായി ജീവിക്കുവാനും ദൈവം ഹേതുവാക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 23ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിലെ 1ാമത്തെ വാക്യം മാത്രമേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിന് വേണ്ടി സമർപ്പിച്ചുള്ളൂ. 2ഉം 3ഉം വാക്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് വീണ്ടും ഒന്നുകൂടി വായിക്കുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. യഹോവയായ ദൈവം ഇടയനാകുന്ന, നായകനാകുന്ന, പിതാവാകുന്ന ഒരു വിശ്വാസിയുടെ സാക്ഷ്യമാണത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. പച്ചയായ പുൽപ്പുറം എന്ന് പറയുമ്പോൾ അതൊരു ശാന്തതയുടെ പ്രതീകമാണ്, ഒരു സ്വസ്ഥതയുടെ പ്രതീകമാണ്. പുൽപ്പുറങ്ങളൊന്നും വാടിയിട്ടില്ല, പുൽപ്പുറങ്ങളൊന്നും കൊണ്ടു കയറുന്നതല്ല, ആ പുൽപ്പുറങ്ങളിൽ മുള്ളും പറക്കാരയുമുള്ളതല്ല, ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന കല്ലുകളോ കമ്പുകളോ ഒന്നും അവിടെ കിടപ്പില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ എൻ്റെ ഇടയൻ എന്നെ കിടത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മളുടെ മനസ്സ് ഒന്ന് നയിച്ച്, നല്ലൊരു കുന്നിൻ ചരിവ്, നല്ലൊരു പുൽമേട്, ആ പുൽമേടിന് ആരും വെള്ളമൊന്നും വീഴ്ച കൊടുക്കുന്നില്ല. ആവശ്യത്തിന് മഴ കിട്ടുന്നു, ആവശ്യത്തിന് വെയിൽ കിട്ടുന്നു. അങ്ങനെ പുൽമേടുകളായിട്ടത് കിടക്കുകയാണ്. മറ്റു മൃഗജാലങ്ങളുടെ ശല്യമൊന്നും അവിടെയില്ല. ആ സ്ഥാനത്ത് പതുങ്ങിക്കിടക്കുന്ന ഹിംസ്രമൃഗങ്ങളുമില്ല. മറ്റാടുകളും മാടുകളും അവിടെ കയറി മേഞ്ഞിട്ടുമില്ല. അത്തരത്തിലുള്ള സുരക്ഷിതമായൊരു പച്ചയായ പുൽപ്പുറത്ത് എൻ്റെ ഇടയൻ എന്നെ കിടത്തുന്നു. പച്ചയായ പുൽപ്പുറം സ്വപ്നം കാണാത്തവർ ആരുണ്ട്? ജീവിതത്തിൽ എപ്പോഴും ആൾക്കാർ പറയാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പുൽപ്പുറങ്ങൾ തേടിപ്പോകുന്നവർ, സുരക്ഷിതത്വം തേടിപ്പോകുന്നവർ, ഇങ്ങനെയുള്ള സുരക്ഷിതത്വം തേടി പോകുന്ന അനേകം ആളുകളുണ്ട്. ഇന്ന് വിദേശങ്ങളിലും സ്വദേശങ്ങളിലും കഴിയുന്നവരുണ്ട്. അവനവൻ്റെ സമൂഹത്തിൽ ആ പച്ചപ്പ് നഷ്ടപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പല പുൽപ്പുറങ്ങൾ തേടി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇടയനാണ് കിടത്തുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നത്, തൻ്റെ ആടുമാടുകളെ കിടത്തുന്നത്. ആടുമാടുകളെ ഇടയൻ കിടത്തുന്നത് പോലെ ദൈവത്തെ അറിയുന്ന ഒരു ഭക്തനെ കരുതുന്ന, നയിക്കുന്ന ഒരു ദൈവീകമായ അനുഭവത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുകയാണ്. ഇന്ന് പച്ചപ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ പ്രിയമുള്ളവരെ? മനസ്സിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, ആലോചനയിൽ നിന്ന് ഈ പച്ചപ്പിന്ന് നഷ്ടപ്പെടുകയാണ്. അതായത് പച്ചയായ പുൽപ്പുറം എന്ന് പറയുമ്പോൾ അതൊരു പ്രതീക്ഷയുടെ കലവറ കൂടിയാണ്, ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്, സമാധാനത്തിൻ്റെ അനുഭവമാണ്, സ്വസ്ഥതയുടെ അനുഭവമാണ്, കരുതലിൻ്റെ അനുഭവമാണ്. ഈ പച്ചയായ പുൽപ്പുറം ആര് നമുക്കൊരുക്കും? നമ്മൾ പലരിലും വിശ്വാസം കണ്ടെത്തുന്നുണ്ട്. ഈ പച്ചയായ പുൽപ്പുറം സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങളും ഞാനുമൊക്കെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. സമ്പത്തിലൂടെ കിട്ടുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, സ്നേഹിതരിലൂടെ കിട്ടുമെന്ന് ചിന്തിക്കും, നിക്ഷേപങ്ങളിലൂടെ കിട്ടുമെന്ന് ചിന്തിക്കും, ആരോഗ്യത്തിലൂടെ കിട്ടുമെന്ന് ചിന്തിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഭൗതികമായ പുൽപ്പുറങ്ങൾ തേടിപ്പോകണ്ട. നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു പുൽപ്പുറമുണ്ട്. ഈ മനസ്സിലെ പുൽപ്പുറം എന്ന് പറയുന്നത് ശാന്തതയുടെ പുൽപ്പുറം, വേദനകളില്ലാത്തൊരു പുൽപ്പുറം. അതായത് നല്ല ജോലി, നല്ല ജീവിത പങ്കാളി, നല്ല കുഞ്ഞുങ്ങൾ, നല്ല സ്നേഹിതർ, ചുറ്റുവട്ടങ്ങൾ. എന്തോ ഒരു ശാന്തമാണ്, കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലയോ? മനസ്സൊരുപാട് സ്വസ്ഥമായി തീരുന്ന ചില അനുഭവങ്ങളുണ്ട്.
അങ്ങനെയുള്ള പുൽപ്പുറങ്ങളിലൂടെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്, സ്വപ്നത്തിലൂടെ യാത്ര ചെയ്യാറുണ്ട്. ഈ ലോകം മൊത്തം ആഗ്രഹിക്കുന്നത്, സമൂഹം മൊത്തം ആഗ്രഹിക്കുന്നത്, തത്വചിന്തകന്മാരും വിപ്ലവകാരികളും മറ്റും ഉയർത്തി കാണിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും തുല്യതയുടേതുമായിട്ടുള്ള ഒരു പുൽപ്പുറത്തെ പറ്റിയ, ഒരു പശ്ചാത്തലത്തെ പറ്റിയ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പഠിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വിപ്ലവത്തിൻ്റെ നാളുകളിൽ അത് പാടി നടന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഒരു വലിയ പ്രത്യാശ കൊടുക്കുകയാണ്. അതായത് താൻ കൊയ്യുന്ന, താൻ അധ്വാനിക്കുന്ന പാടശേഖരത്തിലെ നെല്ല് അത് വളർന്നു വരുമ്പോൾ അത് തൻ്റേതല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദാരിദ്ര്യമുണ്ട്. അത് കൊയ്ത് തൻ്റെ കലവറയിൽ ശേഖരിക്കപ്പെടുമ്പോൾ അത് എൻ്റേതാണ് എന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഒരു സന്തോഷമുണ്ട്. ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പാടിയത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെന്ന്. കാരണം ഒരു പ്രത്യാശ കൊടുക്കുകയാണ്. നീ വിഷമിക്കണ്ട, നിനക്ക് ജോലിക്ക് കൂലി കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, പട്ടിണി മാത്രമേ ഉള്ളൂ, പക്ഷേ നിനക്ക് നാളെ ഒരു അനുഭവം കിട്ടും. എത്രത്തോളം ഇന്നത്തെ സമൂഹത്തിൽ കിട്ടിയെന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇതൊക്കെ ഇന്നും ഒരു സ്വപ്നമായി മാറ്റപ്പെട്ടേക്കുക. ഇന്ന് നമ്മളുടെ നാട്ടിൽ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ആ സങ്കല്പമുണ്ട്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, അത് ഇപ്പോഴുമുണ്ട്. സമത്വ സുന്ദരമായൊരു ലോകത്തെ സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും, ചിന്തകന്മാർ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലും, പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അതിനുവേണ്ടി പലരും രക്തസാക്ഷികളായിട്ടുണ്ടെങ്കിലും, ഈ ഉള്ളവരും ഇല്ലാത്തവരും എന്ന് പറയുന്ന ആ സങ്കല്പം മാറ്റുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അതിന്നുമുണ്ട്. ഉള്ളവൻ്റെ കയ്യിലുണ്ട്, ഇല്ലാത്തവൻ്റെ കയ്യിലില്ല. സമ്പന്നൻ സമ്പന്നനാകുന്നു, ദരിദ്രൻ വീണ്ടും ദരിദ്രനാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്ന ഒരിടേ സ്നേഹം. ആ പുൽപ്പുറങ്ങളിൽ വെറുതെ തിന്നുകൊണ്ട് നടക്കുക മാത്രമല്ല, വയറു നിറച്ച് കഴിക്കുന്നുണ്ട്, വിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെയൊക്കെ സമൂഹത്തിൽ പുൽപ്പുറങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ വിശ്രമിക്കാൻ കൊള്ളാത്ത പുൽപ്പുറങ്ങളായി പലതും മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മളുടെ നോട്ടത്തിൽ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് സമാധാനം തരാത്ത പുൽപ്പുറങ്ങൾ, സ്വസ്ഥത തരാത്ത പുൽപ്പുറങ്ങൾ, ഉറക്കം തരാത്ത പുൽപ്പുറങ്ങൾ, സംതൃപ്തി തരാത്ത പുൽപ്പുറങ്ങൾ. ഇന്ന് പലർക്കും വീടും കൂടുമൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചോണം, ഈ വാക്ക് കേൾക്കുന്നവർ പലരും ഹൃദയംഗമായിട്ട് ചിന്തിച്ചോണം. പഴയകാലത്ത് സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു, ചുറ്റുവട്ടങ്ങളൊന്നുമില്ലായിരുന്നു, പണമില്ലായിരുന്നു, എന്നാലും ഉറങ്ങാൻ പറ്റുമായിരുന്നു, ദൈവത്തെ വിളിക്കുമായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് പുൽപ്പുറങ്ങളാകുന്ന അനുഭവങ്ങൾ, വീടും കൂടും സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും വാഹനങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ഉണ്ടായിട്ടും നമ്മൾക്ക് കിടക്കാൻ പറ്റുന്ന പുൽപ്പുറവുമില്ല. നമ്മളെ ആ പുൽപ്പുറത്തൊന്ന് കിടത്തി ആശ്വസിപ്പിക്കാവുന്ന ഒരു ഭൗതിക വ്യക്തിത്വത്തെയും കാണുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ഇടയനെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്, മനസ്സുകൊണ്ട് വരിക്കേണ്ടത്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: എൻ്റെ അപ്പച്ച, എനിക്കെല്ലാം ഉണ്ട്, പലതും തന്നിട്ടുണ്ട്, സന്തോഷമൊക്കെ ഭൗതികമായിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുന്നു എന്നറിയുന്നില്ല എന്നതുപോലെ നമ്മളുടെ ജീവിതം ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പുൽപ്പുറങ്ങളുടെ പ്രത്യേകത പെയിൻ്റ് അടിച്ച പുൽപ്പുറങ്ങളാണ്, പെയിൻ്റ് അടിച്ച പച്ചപ്പുകളാണ്. ആർട്ടിഫിഷ്യൽ പച്ചപ്പുകളുടെ കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, യഥാർത്ഥമായിട്ടുള്ളതല്ല. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ചോദിക്കണം, ദൈവമേ, ഒരുപാട് പച്ചപ്പുകൾ കാണുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട ഒരു തലമുറയുണ്ട്. പലരുടെയും നോട്ടത്തിൽ അതാ. ആ പച്ചപ്പെന്ന് പറയുന്നത്, ആ കാണുന്ന പച്ചപ്പെന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ പച്ചപ്പ്. പൂക്കൾ ആർട്ടിഫിഷ്യലായി മാറ്റപ്പെട്ടു, തണ്ടുകൾ ആർട്ടിഫിഷ്യലായി മാറ്റപ്പെട്ടു. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ധ്യാനത്തോടെ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, കൃത്രിമത്വമല്ലാത്ത ഒരു പച്ചപ്പ് അത് നീ തരണം. എൻ്റെ മനസ്സിലും ജീവിതത്തിലും തരണം, ഹൃദയത്തിലും ആലോചനയിലും തരണം.
ചിന്താധാരകളിൽ തരണം. ഇന്ന് നഷ്ടപ്പെട്ടു പോയത് അവിടെയാണ് പ്രിയമുള്ളവരെ. ഇന്ന് ഏതാണ് യഥാർത്ഥ പച്ചപ്പെന്ന് അറിയത്തില്ല, എവിടെ കിടക്കണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ചിലപ്പോൾ ചിലർ പറയത്തില്ലയോ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അതായത് ഇതൊരു ഹലൂസിനേഷനായിട്ട് മാറ്റപ്പെട്ടേക്കുക. മനുഷ്യൻ്റെ മാനസിക നിലവാരത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും? മുമ്പേ ഞാൻ പറഞ്ഞില്ലയോ, ഇന്ന് മൈഗ്രേഷനൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോയി, 2 ആൾ പോയി, 3 ആൾ പോയി. അതുകൊണ്ട് സമൂഹം മൊത്തം ദൂരേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ പച്ചപ്പ് കാണുന്നില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല. ശരിയാ പറയുന്ന, എനിക്കോ സംവിധാനങ്ങൾക്കോ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ല, ചെയ്യുന്നതിനനുസരിച്ച് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? അതിനുവേണ്ടി മനുഷ്യർ ഓട്ടമാണ്. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലുമൊക്കെ പോകുകയാണ്. ഇന്ന് മലയാളി പോകാത്ത സ്ഥലങ്ങളില്ല. കേട്ടിട്ട് പോലുമില്ലാത്ത പല രാജ്യങ്ങളിലേക്കും ഇന്ന് ഒരു വലിയ ഒഴുക്കാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലേക്ക് ഒരു വലിയ പോക്കാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞു കേട്ടു. ഇന്ന് ആത്മീയ പിതാക്കന്മാർക്കോ രാഷ്ട്രീയക്കാർക്കോ കൊടുക്കാൻ ഉപദേശമില്ല. അവരുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇവിടെ വാ, ഇവിടെ വേക്കൻസി ഉണ്ട്, ഇന്ന രീതി ചെയ്യാം. ചെയ്യുന്ന ജോലി എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ അവരൊരു സുരക്ഷിതത്വം അവിടെ കണ്ടെത്തുകയാണ്. എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടും. അവിടെ ചെല്ലുന്നു, വലിയ കടമെടുക്കുന്നു, വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അവർക്കത് സന്തോഷമാണ്, അവർക്ക് പരാതിയില്ല. ഇവിടുത്തെ പുൽപ്പുറങ്ങളിലായിരിക്കുമ്പോൾ അല്പം പ്രയാസം വന്നാൽ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ, ഒരു 5 മിനിറ്റ് താമസിച്ചാൽ പരാതി പറയുന്നവർ പോലും അവർ കണ്ടെത്തിയ താൽക്കാലിക പുൽപ്പുറങ്ങളിലായിരിക്കുമ്പോൾ അവർക്ക് പരാതിയില്ല. ആ പുൽപ്പുറത്തിൻ്റെ തണലിലും മറവിലും അവരായിരിക്കുകയാണ്. അത് ഇന്ന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ചില പുൽപ്പുറങ്ങളുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട് പ്രിയമുള്ളവരെ. ചിലരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവർ നല്ല പുൽപ്പുറങ്ങളിൽ അവർ വിശ്രമിക്കുകയാണെന്ന്. നല്ല പുൽപ്പുറങ്ങളിൽ അവർ വിശ്രമിക്കുന്നത് എല്ലാമുണ്ട്, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ അവർക്കറിയാം അവർ കിടക്കുന്നത് പുൽപ്പുറത്തിലാണോ മുള്ളിൻ്റെ മണ്ടയ്ക്കാണോ എന്ന്. നമ്മൾ കാണുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ കാഴ്ചകൾ എന്ന് പറയുന്നത്, അതിൻ്റെ അപ്പുറമായൊരു അനുഭവമുണ്ട്. ഒരുത്തനെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഓർത്തോണം, കുടുംബജീവിതം പരാജയമാണെങ്കിൽ, കുഞ്ഞുങ്ങൾ ശരിയായില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെ ജീവിതം ഒരു പുൽപ്പുറത്തിൻ്റെ അനുഭവമാകും, പുൽപ്പുറത്തുള്ള വിശ്രമമാകും. ചിലരൊക്കെ കല്യാണം കഴിഞ്ഞ് ആദ്യ കാലത്ത് തന്നെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ, ഹാർട്ടിൻ്റെ അസുഖം, പെട്ടെന്ന് മരണപ്പെടുന്നു. ഇങ്ങനെയുള്ള എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നിങ്ങളും ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ പുൽപ്പുറം നീയാണ്, നീ തരുന്നത് തന്നെ ആയിരിക്കണം. മറ്റാരുടെയെങ്കിലും ജീവിതാനുഭവങ്ങളാകുന്ന പുൽപ്പുറങ്ങളെ വെട്ടി നശിപ്പിച്ച് അവിടെ ഞാൻ പുൽപ്പുറമാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ അത് ശാപഗ്രസ്തമാണ്. ഒരുവൻ്റെ കുടുംബജീവിതത്തിൽ അവൻ്റെ ജീവിത പങ്കാളിയോടുള്ള സമാധാനത്തെ കളഞ്ഞ്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കളഞ്ഞ്, തലമുറകളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് അവിടെ നിങ്ങളോ ഞാനോ സമാധാനത്തോടെ നമ്മുടേതായ പുൽപ്പുറങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടത്തില്ല എൻ്റെ പ്രിയമുള്ളവരെ. അതൊരു വലിയ നാശത്തിലേക്കും ഒരു വലിയ വീഴ്ചയിലേക്കുമേ പോകൂ എന്ന് ഹൃദയംഗമായിട്ട് ചിന്തിക്കണം. അതുകൊണ്ട് ഹൃദയംഗമായിട്ട് ഈ സങ്കീർത്തന വാക്യം മനസ്സിൽ തൊട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ കിടത്തുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. അതെ, ആ പുൽപ്പുറങ്ങളുടെ സൗരഭ്യം അനുഭവിച്ചുകൊണ്ട് നടത്തുകയാണ്. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞല്ലോ, പുൽപ്പുറങ്ങൾ പലതുണ്ട്. ജീവിതത്തിൻ്റെ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ആലോചനകൾ, സുരക്ഷിതത്വങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഓരോ പുൽപ്പുറങ്ങളാണ്. നമ്മളുണ്ടാക്കിയ പുൽപ്പുറങ്ങൾ, കൃത്രിമത്വത്തോടുകൂടി ഉണ്ടാക്കിയ പുൽപ്പുറങ്ങൾ സർവേശ്വരന് കടന്നു വരുവാൻ തക്കവണ്ണം തുറന്നിട്ട് കൊടുക്കണം.
എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പാടിയതുപോലെ, സർവേശ്വര, എൻ്റെ ജീവിതത്തിൽ പൊങ്ങി നിൽക്കുന്ന കാടും പടർപ്പുകളും കുറേയുണ്ട്. നിൻ്റെ കാലചക്രമയച്ച് അവയെ കഷ്ണിച്ച് ചാമ്പലാക്കി ആ ചാമ്പൽ എന്നിൽ നന്മ വളർത്തുവാനുള്ള വളമാക്കി തീർക്കണം. ആ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടാകണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, എൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വമുണ്ടാക്കുന്ന പുൽപ്പുറത്തിലേക്ക് നയിക്കുവാൻ നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. നീ കാണിച്ചു തരുന്ന പുൽപ്പുറങ്ങൾ മാത്രം മതി. കയ്യിൽ കല്ലെടുത്തുകൊണ്ട് ഇതിനെ അപ്പമാക്കണമെന്ന് പറഞ്ഞ് വ്യർത്ഥമായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും സൃഷ്ടിക്കുന്ന സാത്താൻ്റെ സ്വാധീനം എന്നിൽ വേണ്ട. നമുക്ക് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് പലരും തെറ്റിപ്പോകുന്ന എങ്ങനെയാ? പെട്ടെന്ന് പണക്കാരാകാൻ, പെട്ടെന്ന് സമ്പന്നരാകാൻ, അതിനുവേണ്ടിയുള്ള ശ്രമം. കഴിഞ്ഞ ദിവസവും പത്രത്തിൽ വായിച്ചതേ ഉള്ളൂ, തന്നോടൊപ്പമുള്ള സ്നേഹിതന് 10 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി. അവർ രണ്ടുപേരൂടെ തിരഞ്ഞെടുത്ത മാർഗം സ്വർണ്ണക്കടയിൽ നിന്ന് മോഷണം. രണ്ടിനെയും അകത്തെടുത്തിട്ടു. ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു, മദ്യ ബിസിനസ്, മയക്കുമരുന്ന്, അധാർമികമായ ജീവിതചര്യകൾ. ഇതിലൂടെയൊക്കെ പണം കണ്ടെത്താൻ പലരും ശ്രമിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ ചിലർക്ക് ചില ജോലികളിലൂടെയൊക്കെ ദിവസങ്ങൾ 10,000 നേടുന്നവരുണ്ട്, മാസത്തിൽ ലക്ഷങ്ങൾ നേടുന്നവരുണ്ട്. നിൻ്റെ ജീവിതത്തെ അവമതിക്കുന്ന, നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സമ്പാദ്യമൊന്നും വേണമെന്നില്ല. ചിലപ്പോൾ നീ ആകെ ഒരു മാസം ജോലി ചെയ്താൽ നിനക്ക് 15,000-ഓ 20,000-ഓ 12,000-ഓ കിട്ടത്തുള്ളായിരിക്കാം. പക്ഷെ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് ചിന്തിച്ചോണം. ചിലർക്ക് ദൈവം 5 ലക്ഷം കൊടുത്താലും വീണ്ടും 2 ലക്ഷം കൂടി കടമാക്കിയേ കൊടുക്കത്തുള്ളൂ. ചിലർക്ക് 15,000 കൊടുത്താലും 2,000 മീതിയും കാണും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, വലിയ കടബാധ്യത, വലിയ നാശങ്ങൾ വരാതെ സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു അനുഭവം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാൻ. എത്ര ഹൃദ്യമായിട്ടാണ് പാടിയേക്കുന്നത്. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, തുമ്പമറ്റ സൗഖ്യങ്ങൾ ചോദിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതം പോലെ എന്നെ നടത്തിയാൽ മതി, അതുമാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ആ പ്രാർത്ഥനാനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. വീണ്ടും പറയുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ അവൻ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ അവൻ നടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ഞാൻ ജീവൻ്റെ ജലമാകുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവം നമുക്കുണ്ട്. നിത്യജീവൻ്റെ ഉറവ് ദൈവമേ നിന്നിലുണ്ടെന്ന് പത്രോസ് സാക്ഷിച്ചിട്ടുണ്ട്. നിന്നെ വിട്ട് എവിടേക്ക് പോകുമെന്ന് ശിഷ്യന്മാർ പരസ്യമായി സാക്ഷിച്ചിട്ടുണ്ട്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുന്നു. വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. വെള്ളവും മണ്ണും വായുവുമെല്ലാം ശുദ്ധീകരിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമാണ്. പ്രത്യേകമായ ഉറവുകളിലൂടെ ഒഴുകി ഒരു പ്രത്യേകമായ സ്ഥാനത്തെത്തുന്ന വെള്ളത്തെ പല മാർഗങ്ങളിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അത് കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നുമൊക്കെ കോരിയെടുക്കുന്നു, ശുദ്ധീകരിക്കുന്നു, പൈപ്പിലൂടെ നമ്മളുടെ കയ്യിൽ കിട്ടുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. നമ്മുടെ മനസ്സിലേക്ക് ആ കാഴ്ച ഒന്ന് കടന്നു വന്നേ. ദൈവത്തിൻ്റെ ആട്ടിൻപറ്റമായി നമ്മൾ നടക്കുകയാണ്. തമ്പുരാൻ ആ ഒരു ഇടയ സങ്കല്പത്തോടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളം, ആ വെള്ളത്തിൽ മറഞ്ഞിരിക്കുന്ന ചീങ്കണ്ണിയോ മുതലയോ ഒന്നുമില്ല. വെള്ളം കലങ്ങിക്കിടപ്പില്ല, തെളിഞ്ഞു കിടക്കുകയാണ്. തെളിഞ്ഞു കിടക്കുന്ന സ്വസ്ഥതയുള്ള വെള്ളം. ഇതൊക്കെ നമ്മുടെ സ്വപ്നമല്ലേ? അതിൻ്റെ അരികിലൂടെ നടത്തുന്നു. സാധാരണയായി
മൃഗങ്ങൾ, വെള്ളം കുടിക്കുന്ന കുളങ്ങൾ, അരുവികൾ പലപ്പോഴും അപകടകരമാണ്. മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഒത്തിരിയുണ്ട്. അത് പുൽത്തകിടിയിലാണേലുമുണ്ട്. എന്നാൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലൂടെയാണ് നടത്തുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാം, കുളിർമയുണ്ട്, ശാന്തതയുണ്ട്. ആ വെള്ളത്തിൻ്റെ മൃദുലമായ ശബ്ദം മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലൂടെ ദൈവം എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. വെള്ളത്തിൻ്റെ സ്വസ്ഥത അതിൻ്റേതായ ശാന്തതയാണ്, കലക്കമില്ലാത്ത ശുദ്ധതയാണ്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒഴുക്ക്, വിശുദ്ധ ബലിവേദിയിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ആ ഒരു വലിയ ജലപ്രവാഹത്തിൻ്റെ ഒഴുക്ക്, അതെൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലൂടെ ഒഴുകണം. നിങ്ങളും ഞാനുമൊക്കെ ആ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അനുഭവം കാണിച്ചു കൊടുക്കേണ്ടവരാ. വിശുദ്ധിയുടെ അനുഭവം കാണിച്ചു കൊടുക്കേണ്ടവരാ. നന്മയുടെ അനുഭവം കാണിച്ചു കൊടുക്കേണ്ടവരാ. പ്രിയമുള്ളവരെ, പറയാറുണ്ട്, കവികൾ കാവ്യാത്മകമായി പറയാറുണ്ട്, ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാലം എത്രയോ ഒഴുകി. പാട്ടുകാരൻ പാടി, കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. വെള്ളം ഒഴുകുന്നുണ്ട്, പക്ഷേ ഒരു ഭാഗത്തും തടഞ്ഞു നിർത്താത്തിടത്തോളം കാലം അത് തടഞ്ഞു നിൽക്കപ്പെടുന്നില്ല. അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴ ഒഴുകുകയാണ്, നദി ഒഴുകുകയാണ്, തടാകം ഒഴുകുകയാണ്. പക്ഷേ ഒരിടത്തും ഒരു ഭാഗത്തും വെള്ളം സ്ഥിരമായി നിൽക്കുന്നില്ല. കുറേ ഒഴുകിക്കഴിയും, കുറേ വെള്ളം പോയി കടലിൽ പോയി ചാടും, കുറച്ച് വെള്ളം ഭൂമിയിൽ താണുപോകും, കുറച്ച് നീരാവിയായി പോകും, കുറച്ച് മലിനപ്പെട്ടു പോകും, അല്പം ജലം ഗതി മാറി ഒഴുകും, മനുഷ്യർ കോരിയെടുക്കും, മൃഗജാലങ്ങൾ കുടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവാഹം സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലൂടെ നടത്തുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലൂടെ നടക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ സ്വസ്ഥതയെ നാം നഷ്ടപ്പെടുത്തരുത്. നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്. നമ്മൾ പല കാഴ്ചകൾ കാണും. ജലപ്രവാഹത്തിൻ്റെ അരികിലൂടെ പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ, നല്ല ചെടികൾ, നല്ല പൂക്കൾ കാണാം, പല മൃഗജാലങ്ങളെ കാണാം, പലരുടെയും ഉയർച്ച താഴ്ചകൾ കാണാം. ഇതെല്ലാം കാണാം. ഇതൊന്നും നമ്മളെ വിപരീതമായി സ്വാധീനിക്കരുത്. ദൈവം എനിക്കത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ എന്ന് പറയരുത്. നീ ഒഴുകുകയാണ്. നീ എത്തിച്ചേരേണ്ടത്, യഥാർത്ഥമായി എത്തിച്ചേരേണ്ടത് കരുണയുടെ കടലാകുന്ന ദൈവത്തിൻ്റെ കൈകളിലേക്കാണ്. ദൈവത്തിലേക്ക് ഒഴുകിച്ചേരേണ്ടതാണ്. പലരും അശുദ്ധമാക്കാൻ ശ്രമിക്കും, തടയപ്പെടുത്താൻ ശ്രമിക്കും, ദിശ മാറ്റാൻ ശ്രമിക്കും. ദിശ മാറാതെ മന്ദം മന്ദം ഒഴുകിപ്പോകുന്ന ജലാശയത്തെ പോലെ ദൈവം അതിനരികിലൂടെ നടത്തുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ ഭംഗിയുണ്ടെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കേണ്ടവരല്ല നമ്മൾ. മറ്റു ചില വഴികൾ നല്ലതാണ്, ചിലപ്പോൾ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒഴുകേണ്ടി വരും. മറ്റു ചിലപ്പോൾ വലിയ പതനത്തിലേക്ക് പോകേണ്ടി വരും. അയ്യോ അവിടെ പോകണ്ട എന്ന് പറഞ്ഞ് മാറി ഒഴുകുവാനുള്ള സ്വാതന്ത്ര്യം ജലപ്രവാഹത്തിനില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹൃദയംഗമായിട്ട് എപ്പോഴും ചിന്തിച്ചോണം, ദൈവം എന്നെ നടത്തുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികിലൂടെയാണ്. അപ്പം സ്വസ്ഥത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കണം, ചിന്തകളെ നിയന്ത്രിക്കണം, ആലോചനകളെ നിയന്ത്രിക്കണം. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലേക്ക് പോകുമ്പോൾ ആ വെള്ളത്തിൻ്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ ഇടയാകരുത്. നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിലെ സ്വസ്ഥത നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എൻ്റെയും നിങ്ങളുടെയും സ്വസ്ഥത, സംതൃപ്തി എന്ന് പറയുന്നത്, സന്തോഷമെന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നങ്ങൾ മാത്രമാകരുത്. അനേകരുടെ സ്വപ്നങ്ങളാകണം, അനേകരുടെ ഉയർച്ചകളാകണം, നന്മകളാകണം. എൻ്റെ വാത്സല്യമുള്ളവരെ, പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും ഇന്നൊരു സ്വപ്നമായി മാറ്റപ്പെട്ടേക്കുവാണ്. പുൽപ്പുറങ്ങൾ കാണാനില്ല. വൃക്ഷങ്ങളെ, ചെടികളെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. വെട്ടി നശിപ്പിക്കാനേ സമയമുള്ളൂ. പരിസ്ഥിതി മലിനീകരണം ഒത്തിരിയുണ്ട്. നമ്മളുടെ നദികളൊക്കെ മലിനപ്പെട്ട് കഴിഞ്ഞു.
പല നദികളും വറ്റി വരണ്ടു. 44 നദികളൊഴുകുന്ന കേരളത്തിൽ ഇന്നും വെള്ളത്തിന് ക്ഷാമമാണ്. ചിലപ്പോൾ വലിയ പ്രവാഹമായി മാറ്റപ്പെടുകയാണ്, അപകടമായി മാറ്റപ്പെടുകയാണ്. ഈ സ്വസ്ഥത എങ്ങനെയൊക്കെ നഷ്ടപ്പെടുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലൂടെ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇന്ന് നമ്മുടെ നദികൾ, നമ്മുടെ കായലുകൾ, തോടുകൾ ചിലപ്പോൾ അപകടകാരികളായി മാറ്റപ്പെടുന്നു. ഡാമുകൾ അപകടകാരികളായി മാറ്റപ്പെടുന്നു. ചുറ്റുവട്ടങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. 2018 വലിയ ദുരിതം, പ്രളയം, പഴയകാലത്തെ ആൾക്കാർ പറയുന്ന 99 ദുരിതം, ഇതൊക്കെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. ദൈവം തന്ന പരിസ്ഥിതിയെ വിശുദ്ധിയോടെ നമ്മൾ കാണണം. സ്വാർത്ഥമായി ഉപയോഗിക്കരുത്. ഈ സ്വാർത്ഥമായി ഉപയോഗിക്കുന്നത് കൊണ്ട് പച്ചപ്പുകൾ നഷ്ടപ്പെടുന്നു, വെള്ളത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ആ വെള്ളത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ പരിസ്ഥിതി നമുക്കെതിരാകുന്നു. ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ, വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഒരുപാട് അഴുക്കുകളൊക്കെ നദികളും തോടുകളും കൊണ്ട് കരക്കിടും. എന്നിട്ട് അതിൻ്റെ അടിയിൽ ചില കമൻറ്റുകൾ ഇടാറുണ്ട്. ചിലർ കൊടുത്തതൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്, ഒന്നുപോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നതുപോലെയുള്ള ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ പച്ചപ്പ് നീയാകണമേ. ഞാൻ സൃഷ്ടിച്ച പച്ചപ്പുകളെയും ഞാൻ സൃഷ്ടിച്ച സ്വസ്ഥതയുള്ള വെള്ളത്തെയും മാത്രം പിന്തുടർന്നു പോയി നഷ്ടപ്പെട്ടു പോകാതെ നിൻ്റെ സ്വസ്ഥതയിലായിരിക്കാൻ, നിന്നെ സ്തുതിക്കുവാൻ എനിക്കിടയാകണം. അതിനുവേണ്ടി ആ വലിയ വൈദ്യൻ്റെ അടുക്കൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.